സോ ഹലോ ഗൈസ്, എല്ലാവർക്കും ഡൈനസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രേഡ് ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടാണ്. ഇവിടെ എല്ലാം മറ്റൊരു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മുടെ ട്രേഡ് ഹാളും കാര്യങ്ങളിലൊക്കെ പണിക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്തെയ്യുന്നു ക്രഷർ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അതേപോലെ നമ്മൾ അവിടെ നിന്ന് കുറേ അയണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അയൺ കാര്യങ്ങളും വെച്ചിട്ട് നമുക്കൊരു ഫുൾ ഹാർമർ അങ്ങ് സെറ്റ് ചെയ്യാം ഗൈസ്. കാരണം നമ്മൾ ഇത്ര കാലം നമ്മൾ കോപ്പർ ഹാർമറിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മുടെ അയൺ ഹാർമറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയേക്കാണ് ഗൈസ്. എന്തായാലും നമുക്ക് അയൺ ഹാർമറും കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം ഇട്ടാൻ കൊടുക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ അയൺ ഹാർമറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ കോപ്പർ ഹാർമറൊക്കെ എവിടെയും കൊണ്ടുപോയി വെക്കാം ഗൈസ്. അവിടെ ഇരിക്കട്ടെ, ഈ ജസ്റ്റ് ഇരിക്കട്ടെ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി നമുക്ക് അങ്ങനെ കുറേ പരിപാടി ഉണ്ട് ഗൈസ്. അതായത് പറഞ്ഞ പോലെ നമുക്ക് നെതറിൽ പോയിട്ട് നമ്മുടെ നെതറിൽ പോകണം ഗൈസ്. നെതറിൽ പോയിട്ട് നമ്മുടെ ബ്ലേസ് റോഡും കാര്യങ്ങളൊക്കെ എടുക്കണം. അതേപോലെ നമുക്ക് ആദ്യം നെതറിൽ പോയി നെതർ ഫോർട്ട് കണ്ടുപിടിക്കണം. അതിന് മുമ്പ് നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കണം. അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ട്രേഡ് ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രേഡ് ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അതിന് മുമ്പ് നമുക്ക് ക്രഷർ ഫാമും കാര്യങ്ങളൊക്കെ പോയി കാണാം ഗൈസ്. ക്രഷർ ഫാമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിന് ഫീഡും കാര്യങ്ങളും കൊടുക്കാം. കൈക്ക് അപ്പോൾ നമ്മൾ അതിന് ഫീഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അമ്പിളിക്കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അതിലൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ പോയിട്ട് നമ്മുടെ പശുക്കുട്ടന് നമ്മുടെ ആടുകുട്ടനെ കൊടുക്കാം. ആടുകുട്ട കൈക്ക് ഒന്ന് കഴിക്ക്, നീ കൂടെ കഴിക്ക്. ഓക്കെ, അങ്ങനെ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട്. യെസ് ഗൈസ്, അങ്ങനെ കഴിച്ചില്ലേ? കഴിച്ചല്ലോ. കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമ്മളെ ഇത് ഇതിലുണ്ടല്ലോ. അത് വേറെ ഒന്നല്ല ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പൊളിച്ചിപ്പോൾ അതിലേക്ക് വീണതാണ്. അതിൻ്റെ ചുറ്റും നമ്മൾ ഇതൊക്കെ കെട്ടിയിട്ട് വെച്ചാണ്. അതുപോലെ നമ്മുടെ അയൺ ഫാമും കാര്യങ്ങളൊക്കെ ഇവിടെ പക്ക റെഡിയാണ്. പക്ക വർക്കിങ് കാര്യങ്ങളാണ്. നമുക്ക് കുറച്ച് ലാക്കിഫ് എന്ന ഡയമണ്ട് അയണും കാര്യങ്ങളൊക്കെ കിട്ടും. എന്തായാലും നമുക്ക് നമ്മുടെ ട്രേഡ് ഹാളും കാര്യങ്ങളൊക്കെ വേഗം പോയി റെഡിയാക്കാം. നമ്മൾ ട്രേഡ് ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈനിങ് ഏരിയൻ്റെ തൊട്ട് ഇപ്പുറത്തും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് പൊട്ടിച്ച് കളയാൻ. ഈ വില്ലേജറിൻ്റെ ഈ ഇതൊന്നും കാണാൻ വലിയ കുമ്പില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതങ്ങ് വേഗം അങ്ങ് പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയം പോലെ കുറച്ച് നേരമൊക്കെ എടുത്തിട്ട് നമ്മുടെ ഇവിടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മൈനിങ് ഏരിയ ഉണ്ടാക്കിയപ്പോൾ വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് എന്തായാലും നമ്മുടെ ബാക്കി സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാം. നമ്മുടെ ഈ വില്ലേജറിൻ്റെ ഫാമിൽ നിന്ന് നമുക്ക് ഏകദേശം 41 പൊട്ടോട്ടയും പിന്നെ കുറച്ച് ക്യാരറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ക്യാരറ്റ് നമ്മുടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് അതിലേക്ക് ഇതായിട്ടുണ്ട്. ഇനി എന്തായാലും വേഗം പോയി നമുക്കൊരു ശവലും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഐസ് അങ്ങനെ നമ്മൾ ശവലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും വേഗം നമ്മുടെ കുഴിക്കാനുള്ള പരിപാടി ആക്കാം ഐസ്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ട്രേഡ് ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് വില്ലേജറിനെ കൊണ്ടുവരാൻ സുഖമാണ് ഗൈസ്. എന്തായാലും നമുക്ക് വേഗം അങ്ങോട്ട് കുഴിക്കാൻ തുടങ്ങാം. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഇത് കുഴിച്ച് റെഡിയാക്കിയതിന് ശേഷം കാണാം. പൈസ അങ്ങനെ നമ്മൾ ഫുള്ള് അത്യാവശ്യം കുറച്ച് ദൂരം കുഴിച്ചിട്ടുള്ളൂ. അത്യാവശ്യം കുറച്ച് ദൂരം കുഴിച്ചിട്ടുണ്ട്. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അപ്പം എക്സ്റ്റെൻഡ് ചെയ്യാമല്ലോ. നമുക്ക് എന്തായാലും ഇതേപോലെ ഈ സൈഡിലേക്ക് ഒരു ബ്ലോക്കും കുഴിച്ച് കൊടുക്കാം. നമ്മുടെ വില്ലേജറിനെ കാര്യങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വേഗം കുഴിച്ച് കൊടുക്കാം. എന്തായാലും നമുക്ക് ഇതും കൂടെ കുഴിച്ച് കൊടുത്തതിന് ശേഷം കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ നിന്നിട്ട് എന്തായാലും നമ്മൾ ഫുൾ കാര്യങ്ങളങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും പുറത്ത് നമ്മളെന്താ മൈനിങ് ഏരിയ റെഡിയാക്കി പോലെ കുറച്ച് ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. അതിനെന്തായാലും നമുക്ക് വുഡും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ വുഡും കാര്യങ്ങളൊന്നും നിലവിൽ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വുഡും കാര്യങ്ങളൊക്കെ വേഗം പോയി വുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് വരാം ഗൈസ്. പൈസ അങ്ങനെ നമ്മൾ ഒരു ദിവസം ഫുള്ള് കാര്യങ്ങളൊക്കെ മൈൻ ചെയ്തിട്ട് ഒരു ദിവസം എന്ന് പറയാൻ പറ്റില്ല, രാത്രിയൊക്കെ ഫുള്ള് സോംബിൻ്റെ ഒക്കെ അടിയും കൊണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ഹെൽത്തൊക്കെ ഫുള്ള് പകുതിയും പോയി. അങ്ങനെ എന്തായാലും ബാക്കി മൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. 64 സ്റ്റാക്കും പിന്നെ 5 ഇതും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും വേഗം പോയിട്ട് ഇതങ്ങ് ബ്ലോക്ക്
പൈസ അങ്ങനെ നമ്മളത് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ പുറത്തങ്ങ് നമുക്ക് വേഗം അങ്ങോട്ട് ഇതേപോലെ അങ്ങ് വേഗം വെച്ചും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇതേപോലെ ഇങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇനി എന്തായാലും നമുക്കൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇനി എനിക്ക് ഇങ്ങനെ വെച്ചിട്ട് അത്യാവശ്യം വലിയൊരു ട്രേഡ് ഹാളും തന്നെയൊക്കെയാണ് കഴിച്ചു. ഇനി എന്തായാലും നമുക്ക് വില്ലേജറിനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. അതിന് റെയിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരണം. ഇനി എന്തായാലും നമുക്ക് മറ്റേ അത് എന്ത് ചെയ്യുന്നു നമ്മുടെ മൈനിങ് ഏരിയ പോലെ നമുക്ക് അതും ഒന്ന് ഇതേപോലെ ഇങ്ങ് സെറ്റാക്കി എടുക്കാം. അപ്പോൾ കാണാൻ കുറച്ച് ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ നമ്മുടെ ഈ സീരീസ് കഴിഞ്ഞിട്ട് നമ്മളൊരു ഹാർഡ് കോർ സീരീസും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇനി എന്തായാലും ഒരു ഫുഡും കാര്യങ്ങളൊക്കെ വേണമല്ലോ. ഇവിടെ ഒന്നും കാണാനില്ല. തേങ്ങ നമ്മൾ തന്നെ ഉണ്ടാക്കി ഒഴിച്ച് നമ്മൾ തന്നെ വേണം. എന്തായാലും നമുക്ക് എന്തെങ്കിലും തൽക്കാലം ഈ വില്ലേജിൻ്റെ വീട്ടിൽ നിന്ന് ഒരെണ്ണം പൊട്ടിക്കുക ഗൈസ്. അത്രയേ ഉള്ളൂ. അങ്ങനെ വില്ലേജറിൻ്റെ കാര്യങ്ങൾ ഒരു ബ്ലോക്കും പൊട്ടിച്ചങ്ങ് എടുത്തിട്ടുണ്ട്. നമുക്ക് വേഗം ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ അതും കൂടെ അങ്ങ് വെച്ചെടുത്ത് നമ്മളതങ്ങ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കണം. ഇനി എന്താന്ന് പറഞ്ഞാൽ ഗൈസ് നമുക്ക് എന്തായാലും പോയി ഇനി റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. കാരണം നമുക്ക് ഇനി നമ്മളെ വില്ലേജറിനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം നമ്മുടെ ഉള്ളിലേക്ക്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അയണവിടെ ഇതിൽ അയണും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ റെയിലും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കാം. റെയിലവിടെ റെയിൽ കാണാനില്ലല്ലോ. മൈൻകാട്ട് കിട്ടി. എന്തായാലും നമ്മളൊരു മൈൻകാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാ റെയിൽ. സ്റ്റിക്ക് വേണം. നമ്മുടെ 40 സ്റ്റിക്ക് കണ്ട പോലെ തോന്നിയല്ലോ നമ്മുടെ ചെസ്റ്റിൽ. 6 സ്റ്റിക്ക് 40 സ്റ്റിക്ക് ഉണ്ട്. എന്തായാലും നമ്മൾ ആ 40 സ്റ്റിക്കും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് റെയിലും കാര്യങ്ങളും ഉണ്ടാക്കണം. പവർ റെയിൽ വേണം ഗൈസ്. നമ്മുടെ വില്ലേജർ പോയി വീഴുന്ന ഒരു കുഴിയിലാണല്ലോ. അപ്പോൾ നമുക്ക് ആ കുഴിയിൽ നിന്ന് കയറ്റണമെങ്കിൽ പവർ റെയിലും കാര്യങ്ങളൊക്കെ വേണം. പവർ റെയിലിൽ നമ്മുടെ റെഡ് സ്റ്റോണും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഗൈസ്. നമ്മുടെ റെഡ് സ്റ്റോണും കാര്യങ്ങളും റെഡ് സ്റ്റോൺ മാത്രം പോരെ ഗൈസ് പവർ റെയിൽ ഉണ്ടാക്കാൻ. ഗോൾഡ് വേണം. നമ്മുടെ ഗോൾഡും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. 4 ഇട്ടുണ്ട് ഗൈസ്. കാരണം നമ്മൾ 4 ഉള്ളൂ. ഞാൻ 4 ഒരുക്കാൻ വെച്ചിട്ട് ഇനിയിപ്പോൾ വേഗം പോയി മൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം ഗൈസ്. നമ്മളത് അങ്ങനെ ഒരുക്കാൻ വെച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ മൈനിങ്ങിന് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇനി വേഗം നമുക്ക് മൈനിങ്ങിനും കാര്യങ്ങളും പോവാം. ഈ മൈനിങ് വേറെ ചൊറ ഗൈസ്. സോമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ടോർച്ച് വെച്ചോണ്ട് ഇവിടെ ഈ ഏരിയയിൽ അത്ര സോമ്പിനും കാര്യങ്ങളൊന്നും കാണാനില്ല. അതാ ക്രീപ്പർ ചത്തേനെ. എന്തായാലും നീ വേഗം നമ്മൾ കുറച്ച് താഴേക്കൊരു കുഴി പോലെ കണ്ടായിരുന്നു ഗൈസ്. കഴിഞ്ഞ ദിവസം അവിടെ നമ്മൾ ഗോൾഡും കണ്ടായിരുന്നു. പിന്നെ നമ്മളപ്പം റിസ്ക് എടുത്തില്ല. റിസ്ക് എന്ന് പറഞ്ഞാൽ അവിടെ ടോർച്ചും കാര്യങ്ങളൊക്കെ ടോർച്ച് ഉണ്ടായിരുന്നില്ല. എന്തായാലും ടോർച്ചും കാര്യങ്ങൾ കുറേ സ്ലൈമും കാര്യങ്ങളും കിട്ടിയ നൈസ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതാക്കിയപ്പോൾ. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ആ കുഴിയും കാര്യങ്ങളും കണ്ടിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇവിടെ എവിടെയോ അത് തന്നെ ഈ കുഴിയാണ് കഴിച്ച് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ വരെ നമുക്ക് ടോർച്ച് വെക്കാൻ പറ്റുള്ളൂ. ഇവിടെ അവിടെ താഴെ ഗോൾഡ് കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇവിടെ കുറേ ലാപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഈ ഗോൾഡും കാര്യങ്ങളൊക്കെ വേഗം മൈൻ ചെയ്തെടുക്കണം. ടോർച്ചൊക്കെ ഇത്ര മതി. വേഗം ഗോൾഡും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്തെടുക്കുക. ചത്ത് ഇതെന്ത് സൂം ടോർച്ച് വെച്ചിട്ട് എങ്ങനെയാണ് കൈ സോംസ് പോണേ. ചത്ത് ഇതെന്താ കുഴിയോ? പൊങ്ങ് അടുക്കി കള്ളപ്പട്ടി സോംബി ചാവ് പോയി തോന്നുന്നു. എന്തായാലും വേഗം നമുക്ക് മൈൻ ചെയ്തതിന് ശേഷം കാണാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ അതിസാഹസികമായി അവിടെ നിന്ന് കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 16 ഗോൾഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും പവർ റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അതിന് അയൺ എടുക്കണം. അത് 53 അയണും അതുപോലെ നമ്മുടെ റെയിലും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാം. 2 മൈൻകാട്ടും ഉണ്ട്. മൈൻകാട്ടും വെച്ച് റെഡ് സ്റ്റോണും വെച്ച് സ്റ്റിക്കും വെച്ചു. അയൺ വേണ്ട കൈസ്. നമ്മുടെ ഓൾറെഡി അയൺ വേണ്ട. 8 ഗോൾഡ് ഉണ്ട്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ മൈൻകാട്ടും കാര്യങ്ങളും പവർ റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് റെഡ് സ്റ്റോൺ ടോർച്ചും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മളെ പവർ റെയിലിന് പവർ കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ അങ്ങ് സെറ്റാക്കി. ഇനി എന്തായാലും നമുക്ക് വേഗം നമ്മുടെ അങ്ങനെ നമ്മൾ വില്ലേജറിൻ്റെയും കാര്യങ്ങളൊക്കെ അടുത്തെത്തിയിട്ടുണ്ട്. അത്യാവശ്യം കുറേ വില്ലേജേഴ്സ് ഉണ്ട് കേട്ടോ കണ്ടിട്ട്. മൊത്തം നിറയ്ക്കാൻ ഉണ്ടായാൽ മതിയായിരുന്നു.
ഇനി അതിൽ കൂടുതലുണ്ട് നമുക്ക്. അപ്പം നമുക്ക് എന്താ നമ്മുടെ വില്ലേജേഴ്സിനെ അത്രയും കൂടെ ആക്കാം. ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം ഇങ്ങനെയായിരിക്കും നമുക്ക് ഇതാക്കാം. ഇനി എന്തെങ്കിലും വേണം നമുക്ക് മേലേക്ക് ഇവിടെ പവർ റെയിൽ വെച്ച് കൊടുക്കണം. പവർ റെയിൽ ഉണ്ടായാലേക്ക് ഏറ്റവും വില്ലേജേഴ്സ് കയറുള്ളൂ. ഇല്ല നമ്മൾ തള്ളിക്കൊണ്ട് പോകേണ്ടി വരും. അത് ഭയങ്കര റിസ്ക്കാണ്. അതാണ് നമ്മൾ പവർ റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ നമുക്കൊരു പവർ റെയിലും കാര്യങ്ങളും വെച്ച് കൊടുക്കാം. അപ്പം എന്തായാലും നമുക്ക് മൊത്തം അങ്ങോട്ട് റെഡിയാക്കിയതിന് ശേഷം കാണാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഫുള്ള് നമ്മുടെ റെയിലും കാര്യങ്ങളൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, അത് മൈൻഡ് ആകണ്ട ഗൈസ്. ഇനി എന്തെങ്കിലും നമുക്ക് നമ്മുടെ അതിന് മുമ്പ് നമുക്ക് എന്തായാലും ഉള്ളിലത്തെ ഇൻറ്റീരിയർ നമ്മൾ റെഡിയാക്കണം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി വുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം. കാരണം നമ്മുടെ ഇൻറ്റീരിയർ, അതായത് നമ്മുടെ ട്രെയിനുകളുടെ ഇൻറ്റീരിയർ അങ്ങ് കുറച്ച് റെഡിയാക്കാനുണ്ട് ഗൈസ്. അത് നമ്മൾ വിട്ടുപോയതായിരുന്നു. എവിടെയോ അത് 64 സ്റ്റാക്ക് ബ്ലോക്ക് പ്ലാങ്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെടുത്ത് വെക്കാം. അതേപോലെ ഇവിടെ എവിടെയോ കുറേ ഉണ്ടായിരുന്നല്ലോ, കാണാനില്ലല്ലോ. അതാ ഇവിടെ കണ്ടില്ലേ ഗൈസ്, നമുക്ക് അത്യാവശ്യം കുറേ ഉണ്ട്. എന്തെങ്കിലും വേഗം നമുക്ക് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കണം. കാരണം അതില്ലെങ്കിൽ നമ്മളെ ട്രേഡുകളും കാര്യങ്ങളും കാണാൻ ഗുമ്മില്ല ഗൈസ്. ഫുഡ് കഴിക്കുക ഗൈസ്. ഈ ഫുഡ് ഭയങ്കര അബദ്ധമാണ്. കാരണം ഫുള്ള് ആ മൈനിങ്ങിന് പോയപ്പോൾ തന്നെ വിചാരിച്ച് ചത്ത് നിന്ന്. സോംബി കാര്യങ്ങളൊക്കെ എവിടുന്ന വന്നതെന്ന് പോലും കാണാൻ പറ്റില്ല. അപ്പോൾ ഹാർഡ് കോറൊക്കെ തുടങ്ങിയാൽ ഞാൻ ഉറപ്പായും ചാവും. പക്ഷെ നമ്മളൊരു പ്ലസ് പോയിന്റ് പറഞ്ഞ ഗൈസ്, നമ്മൾ ഈ സർവൈവൽ സീരീസ് തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് നമ്മൾ ചത്തിട്ടില്ല. അതൊരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഹാർഡ് കോറും കാര്യങ്ങളൊക്കെ തുടങ്ങാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇനിയിപ്പോൾ എങ്ങനെയാണ് ടോർച്ച് നമുക്ക് അതിൻ്റെ പൊക്കത്ത് വെച്ചോളാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് നമുക്ക് ഇവിടെ എവിടെയോ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടായിരുന്നില്ലേ? അതവിടെ. അതിന് നമുക്ക് എന്തായാലും നമ്മുടെ സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം ഗൈസ്. നമ്മളൊരു ചെറിയൊരു അത്ര ഡിസൈനൊന്നും എനിക്കറിയില്ല, ഒരു ഓള ഡിസൈനാണ്. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടതും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും. നമ്മളൊരു ഓള ഡിസൈൻ ഇപ്പോൾ ഇങ്ങനൊരു എന്താ പറയുക, ഇങ്ങനെ വെച്ച് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് മൊത്തം റെഡിയാക്കിയതിന് ശേഷം കാണാം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ഫുൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റ് ചെയ്യും. അതേപോലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ടോർച്ചും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം നമ്മുടെ റെയിലും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടങ്ങ് വെച്ച് കൊടുക്കുക. നമ്മൾ ഓരോ വില്ലേജസിനും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി വേഗം നമുക്ക് പോയി നമ്മുടെ വില്ലേജസിനെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടാം ഗൈസ്. നമ്മുടെ ട്രേഡ് ഹാളും കാര്യങ്ങളൊക്കെ നമുക്ക് പക്കായിട്ട് സെറ്റാക്കി അങ്ങ് എടുക്കാം. അതേപോലെ ട്രേഡ് ചെയ്യണം. അതിന് നമുക്ക് ഫാം ഉണ്ടാക്കണം ഗൈസ്. ഫാം മിക്കവാറും ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നു തോന്നുന്നില്ല. കാരണം ഫാമൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ട് അതൊക്കെ വീഡിയോ ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിക്കും. അവിടെ കുടുങ്ങിയല്ലോ. എന്തായാലും ആ മൈൻകാട്ടും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചെടുക്കുക. അതാ നടപടി ആവുള്ളൂ. മൈൻകാട്ട് കാര്യങ്ങളും പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിട്ട് നോക്കിയാൽ പോവോ? പോയി. വില്ലേജറും കാര്യങ്ങളും പോയി. ഒരു മൈൻകാട്ടും കൂടെ ഉണ്ട്. അതിനാദ്യം പോയി നമ്മൾ ആ വില്ലേജറിനെ അങ്ങ് സെറ്റാക്കി വെക്കാം. അതിനുമുമ്പ് ഇവിടെ അടച്ചു വെക്കാം. സാധനം ഒരു വില്ലേജർ അവിടെ പുറത്ത് ചാടിയുണ്ട്. അയാളെൽപ്പം പോവും. അതിനകരം നമുക്ക് എന്തായാലും അവിടെ വില്ലേജർ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് യെസ് ഗൈസ് റെഡിയായി. അതാ പോണ്. അതോ എൻ്റെ പൊന്നേ, ഇത് എന്തൊരു അടങ്ങിയിരിക്കാറില്ല. ഞാൻ അങ്ങോട്ട് തന്നെ വേഗം തിരിച്ചു പോ. ഓക്കെ. നമ്മളങ്ങനെ ഇതുകൂടെ അങ്ങോട്ട് വേഗം അങ്ങോട്ട് വെച്ചിട്ട് റെഡിയാക്കി കൊടുക്കുക ഗൈസ്. അത് അവിടെ അങ്ങ് റെഡിയാക്കി വെക്കുക. നമുക്ക് ആ റെയിലങ്ങ് പൊട്ടിച്ചാൽ പിന്നെ തിരിച്ചു വരില്ലല്ലോ. ഞാൻ അവിടെ നീക്കാൻ നോക്കാം. ഇതേപോലെ നമുക്ക് എല്ലാ വില്ലേജിനെ വേഗം കയറ്റി വെക്കാം ഗൈസ്. യെസ് ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളെ ലാസ്റ്റ് വില്ലേജറിനെ കാര്യങ്ങളെ നമ്മളിതാ പറഞ്ഞു വിടുന്നു. നമുക്ക് വില്ലേജർ തികഞ്ഞിട്ടില്ല ഗൈസ്. ഇനി ബ്രീഡർ ഫാം ബ്രീഡായിട്ട് കുറേ കുട്ടികളും കൂടി ഇനി വരണം. അതിന് നമ്മൾ കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ കുറച്ച് നേരം പറഞ്ഞ പോലെ നമ്മൾ ഇനി ഫാം ഉണ്ടാക്കുന്ന മിക്കവാറും വീഡിയോ ആയിട്ട് ഇടില്ല ഗൈസ്. എന്തായാലും നമ്മൾ ഈ ഏരിയ ഫുള്ളങ്ങ് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് 2 പേര് കയറിയോ? അതാ പോലെ പോയില്ല. ഇനി ഇവനെ വേഗം അവിടെ കയറ്റി വെക്കാം. അതുപോലെ ഇനി ഓരോരുത്തർക്ക് ജോബും കാര്യങ്ങളൊക്കെ കൊടുക്കണം. എന്നിട്ട് നമുക്ക് അവരെ ട്രേഡ് ചെയ്ത് ലെവലും കാര്യങ്ങളൊക്കെ കൂട്ടണം. അങ്ങനെ കുറേ പരിപാടിയും കാര്യങ്ങളുണ്ട്. എന്തായാലും അവരങ്ങനെ വെച്ചിട്ടുണ്ട്.
നമുക്ക് അടുത്ത വില്ലേജറിനെയും കാര്യങ്ങളെയും കൂടെ അങ്ങോട്ട് വേഗം അങ്ങോട്ട് അവിടേക്ക് അങ്ങ് വെച്ച് ഇതാക്കിയാൽ കൊടുക്കാം. അതിൽ ഒരുത്തനെ എങ്ങനെയോ ജോബ് എടുത്ത് കഴിച്ചു, അതാണ് എനിക്ക് അറിയാത്തത്. ഇപ്പം ലാസ്റ്റ് കൊണ്ടുവന്നാൽ മാത്രം എങ്ങനെയോ ജോബ് എത്തി. എനിക്ക് തോന്നുന്നത് നമ്മുടെ ബ്രീഡർ ഫാമിൻ്റെ അവിടെ നിന്ന് എങ്ങനെയോ ജോബ് കിട്ടിയ കാര്യങ്ങളാണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. എന്തായാലും അവിടെയും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും അവൻ നമുക്ക് എന്തായാലും അതിൻ്റെ ആ ജോബ് തന്നെ കൊടുക്കുക ഗൈസ്. ഇനി എന്തായാലും വേഗം നമുക്ക് എല്ലാ വില്ലേജസിനും കാര്യങ്ങൾക്ക് ജോബ് കൊടുത്തതിന് ശേഷം കാണാം. അങ്ങനെ ആവശ്യം നമ്മൾ കുറേ നേരം ടൈമും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കുറേ വില്ലേജസിനും കാര്യങ്ങൾക്കൊക്കെ ജോബ് കൊടുത്തു. ഇവർക്ക് രണ്ടുപേർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതേപോലെ വേറെ ഏതോ ഒരുത്തിനും അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ ജോബ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാ വില്ലേജസിനും നമ്മൾ ജോബും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇവരെന്തെങ്കിലും ട്രേഡ് ചെയ്ത് ലെവലും കാര്യങ്ങളും കൂട്ടണം. അതേപോലെ ഫാം ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ മിക്കവാറും ഇടുന്നില്ല ഗൈസ്, അത് ഇടുന്നില്ല നമ്മളതിന്. അത് നമ്മൾ വേറെ സെറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ മച്ചവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മൾ ഇനി ഇവരെയൊക്കെ ട്രേഡ് ചെയ്ത് ലെവലും കാര്യങ്ങളൊക്കെ കൂട്ടണം. അതേപോലെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഫാമിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാൻ ചാൻസ് കുറവാണ്. നമ്മളിനി വീഡിയോ എന്തെങ്കിലും നെതർ പോർട്ടലോ അങ്ങനെ എന്തെങ്കിലും വേറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ മച്ചവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ അടുത്തൊരു ദിവസം കാണുന്നവരേക്കും എല്ലാ കൂട്ടർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.